നമസ്കാരം. ലോകകപ്പ് ഹീറോ സഞ്ജു വി സാംസൺ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പറന്നിറങ്ങിയത് ഒരു മലയാളി ഉടമസ്ഥനായിട്ടുള്ള സ്വകാര്യ ജെറ്റിലായിരുന്നു. ആഡംബര വ്യോമയാന രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഹേലോ എയർവേസ് എന്ന സംരംഭമാണ് സഞ്ജുവിനായി ചിറകൊരുക്കിയത്. കമ്പനിയുടെ സിഇഒ ഷോബി ടി പോളിന്റെ നേതൃത്വത്തിൽ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ ചാർട്ടർ സർവീസുകളിലൊന്നായി മാറിയിരിക്കുകയാണ്. ആഡംബരത്തിനപ്പുറം സമയലാഭത്തിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് ഷോബി പറയുന്നു. വെറും 5 മിനിറ്റിനുള്ളിൽ ബോർഡിംഗ് നടപടികൾ പൂർത്തിയാക്കി പറന്നുയരാമെന്നതാണ് സ്വകാര്യ വിമാനങ്ങളുടെ പ്രധാന ആകർഷണം. ഇതിനു മുമ്പും സഞ്ജു ഈ ആകാശ സൗകര്യം ഉപയോഗിച്ചിട്ടുണ്ട്. IPL മത്സര തിരക്കുകൾക്കിടയിൽ കേരളത്തിൽ അതിവേഗം വന്ന് മടങ്ങാനായിരുന്നു ഇത്. അന്നൊന്നും ആരും അറിഞ്ഞതുപോലുമില്ല. എന്നാൽ ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തോടെ സഞ്ജുവിന്റെ വരവും പോക്കുമെല്ലാം മലയാളിയുടെ അഭിമാന നിമിഷമായി. അങ്ങനെയാണ് സ്വകാര്യ ജെറ്റിലാണ് സഞ്ജു എത്തിയതെന്ന് എല്ലാവരും അറിയുന്നത്. സമാനമായി പ്രവാസി മലയാളികളും പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യാറുണ്ട്. കോവിഡ് മഹാമാരിക്ക് ശേഷം സ്വകാര്യ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും ആവശ്യക്കാർ വർദ്ധിച്ചതോടെ ഹേലോ എയർവേസിന്റെ ബിസിനസ്സിൽ 150% വർധനയാണ് രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക മുൻ മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മായി, രാഷ്ട്രീയ നേതാക്കളായ സിദ്ധരാമയ്യ, DK ശിവകുമാർ, ഉലകനായകൻ കമൽഹാസൻ തുടങ്ങിയ പ്രമുഖരുടെ പ്രിയപ്പെട്ട ചോയ്സായി ഈ കമ്പനി മാറി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പുതിയ ബിസിനസ് ജെറ്റ് ടെർമിനൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം വിപുലീകരിച്ചു. 4 സീറ്റുകളുള്ള അത്യാധുനിക സെസ്ന സൈറ്റേഷൻ മസാജ് ജെറ്റ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഹേലോ എയർവേസിനുണ്ട്. നേരത്തെ ദക്ഷിണേന്ത്യയിലെ സിനിമാ താരങ്ങളുടെ സ്വകാര്യ വിമാനങ്ങളെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിലെ സത്യം ഷോബി ടി പോൾ നേരത്തെ വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നയൻതാര ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് സ്വന്തമായി ജെറ്റുകളുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സൗത്ത് ഇന്ത്യയിൽ ഒരു സെലിബ്രിറ്റിക്കും സ്വന്തമായി പ്രൈവറ്റ് ജെറ്റില്ല. നയൻതാരയോ വിജയോ സിലംബരസനോ ഒക്കെ യാത്ര ചെയ്യുന്നത് ഞങ്ങളെപ്പോലുള്ള കമ്പനികളിൽ നിന്നും വിമാനം വാടകയ്ക്കെടുത്താണ്. DGCA രേഖകൾ പ്രകാരം ഒരു താരത്തിനും സ്വന്തമായി വിമാനമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. VIP യാത്രകൾക്ക് പുറമെ സിനിമാ ഷൂട്ടിംഗ്, എയർ ആംബുലൻസ്, വിവാഹ ആവശ്യങ്ങൾക്കുള്ള ഹെലികോപ്റ്റർ സർവീസുകൾ എന്നിവയും ഹേലോ എയർവേസ് നൽകി വരുന്നു. ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലും കമ്പനിക്ക് നിലവിൽ ഓപ്പറേഷൻ സെന്ററുകളുണ്ട്. അതേസമയം കപ്പടിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും ആരാധകരുടെ പറയാൻ വാക്കുകളില്ലെന്നുമായിരുന്നു സഞ്ജു സാംസൺ പ്രതികരിച്ചത്. ലോകകപ്പ് വിജയത്തിനു ശേഷം ജന്മനാടായി വിഴിഞ്ഞത്ത് ലഭിച്ച സ്വീകരണത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകകപ്പ് വിജയത്തിനിടെ കഴിഞ്ഞ ദിവസമാണ് ഈ വിമാനത്തിൽ സഞ്ജു അഹമ്മദാബാദിൽ നിന്ന് കേരളത്തിലെത്തിയത്. കപ്പടിച്ചതിൽ വലിയ സന്തോഷമുണ്ട്, ആരാധകരോട് പറയാൻ വാക്കുകളില്ല. ടീമിലുള്ളപ്പോഴും മികച്ച പ്രകടനം നടത്താൻ സാധിക്കാതിരുന്നപ്പോഴും ഈ നാട്ടുകാരാണ് കൂടെ നിന്നത്. ലോകകപ്പ് വിജയം നാട്ടിലുള്ള ആളുകൾക്കായി സമർപ്പിക്കുന്നു. ആരാധകരുടെ സന്ദേശങ്ങളും റീൽസും ഒക്കെ ഭാര്യ കാണിച്ചു തരാറുണ്ട്. ചിലപ്പോഴൊക്കെ കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട്. മനസ്സൊന്ന് പാളിയപ്പോഴാണ് ആരെ വിളിക്കുമെന്നത് ചിന്തിച്ചത്. അപ്പോഴാണ് സച്ചിൻ സാറിൻ്റെ പേര് മനസ്സിൽ വന്നത്. ആദ്യം വിളിച്ചപ്പോൾ 25 മിനിറ്റാണ് അദ്ദേഹം സംസാരിച്ചത്. എല്ലാ കാര്യങ്ങളിലും ആവശ്യമായ ഉപദേശങ്ങൾ ലഭിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. ലോകകപ്പ് ഫൈനലിൻ്റെ തലേ ദിവസവും അദ്ദേഹം അന്വേഷിക്കാൻ വിളിച്ചിരുന്നു. ലോകകപ്പ് നേടിയപ്പോഴും അദ്ദേഹത്തിൻ്റെ സന്ദേശം ലഭിച്ചു. കുറേ കളിക്ക് വലിച്ചടിച്ച് നോക്കി, നടന്നില്ല. വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ശൈലിയൊന്ന് മാറ്റിയത്. വീഴ്ചകളിൽ നിന്ന് പഠിക്കണമല്ലോ. ലോകകപ്പിനായി മറ്റൊരു ഗെയിം പ്ലാൻ നടക്കുകയായിരുന്നു. കഴിഞ്ഞ 1 മാസമായി എൻ്റെ ഫോൺ ഓഫാണ്. പുറത്തു നിന്നുള്ള ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാൻ പറ്റി. ക്രിക്കറ്റിൽ മാത്രം ശ്രദ്ധിക്കാനും സാധിച്ചു. ഡൽഹിയിൽ ലോകകപ്പ് വിജയത്തിൻ്റെ ആഘോഷം നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തിരിച്ചുടൻ തന്നെ മടങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.